ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഡൽഹിയിൽ തിരിച്ചിറക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ബാലി വിമാനത്താവളത്തിന് സമീപമുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഇപ്പോൾ വിമാനം ദില്ലിയിലേക്ക് തിരിച്ച് ഇറക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ബാലി എയർപോർട്ടിന് സമീപത്തെ അഗ്നിപർവ്വത സ്ഫോടനം മൂലമാണോ ഇപ്പോൾ വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നത്? ബാലി എയർപോർട്ടിന് അടുത്തുവരെ എത്തിയിരുന്നോ ഈ വിമാനം, അതോ യാത്ര പുറപ്പെട്ട ഉടൻ തന്നെ മടങ്ങി വരികയായിരുന്നോ? യാത്ര പുറപ്പെട്ട ഉടൻ തന്നെ ദില്ലിയിൽ തിരിച്ചിറക്കി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിരവധി വിമാനങ്ങൾ, ഇന്തോനേഷ്യയിലെ ബാലി നമുക്കറിയുന്നത് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ത്യയിൽ നിന്ന് നിരവധി ആയിരക്കണക്കിന് ആളുകൾ ബാലിയിലേക്ക് പോകുന്നതാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആ നിലയിൽ ബാലിയുടെ വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത സമീപ പ്രദേശത്തായി ഒരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട്. ആകാശത്തേക്ക് കിലോമീറ്ററുകളോളം ഉയരത്തിൽ പുക ഉയർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യയുടെ വിമാനം, ബാലിയിലേക്ക് പുറപ്പെട്ട വിമാനം ദില്ലിയിൽ നിന്ന് പറന്നുയർന്നതിനുടനെ പിന്നീട് അറിയിപ്പ് ലഭിച്ചതിനാൽ പിന്നീട് ദില്ലിയിൽ തന്നെ തിരിച്ചിറക്കിയായിരുന്നു. ഇവരുടെ യാത്ര പിന്നീട് പുനർക്രമീകരിക്കുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. നിരവധി കഴിഞ്ഞ ദിവസങ്ങളിൽ 16 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. പക്ഷേ അതിനൊക്കെ സാങ്കേതിക കാരണവും പരിശോധനയും സാങ്കേതിക തകരാറുമായിരുന്നു കാരണമെങ്കിൽ ഇതിപ്പോൾ ബാലിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നത്. അരുൺ, ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക്, അതും എയർ ഇന്ത്യയുടെ ഒരു വിമാനമാണ്. അത് എയർ ഇന്ത്യയുടെ പണ്ടേ കൊണ്ടുവരേണ്ട, അത് ബാലിയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായപ്പോൾ തിരിച്ച് ദില്ലിയിലേക്ക് തിരിച്ചിറക്കിയതാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.